Hey everyone, welcome back to my channel. ഈ വീഡിയോ 23 മെയിലുള്ള വീഡിയോ ആണ്. കുറച്ച് പഴയ വീഡിയോ ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ ഇന്ന് ഞാൻ ആക്ച്വലി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അതായത് 23-ന് 6 o'clock ഞാൻ എണീറ്റിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഐ വാസ് സ്റ്റഡിങ്. എനിക്ക് കുറച്ച് നോട്ട്സും എഴുതാനുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ. അതേപോലെ തന്നെ എടുത്തതും പഠിക്കാനുണ്ടായിരുന്നു. സോ ഡൂയിങ് ദാറ്റ്. ആക്ച്വലി ഏർലി മോർണിംഗ്, എത്ര ഏർലിയല്ല, ബട്ട് സ്റ്റിൽ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ആ ഡേ കംപ്ലീറ്റ്ലി തോന്നിയിട്ടുണ്ടായിരുന്നു നേരത്തെ എണീറ്റിട്ട്. ലൈക്ക് ഞാൻ സാധാരണ ഒരു 8 o'clock 7:30 സംതിങ്ങിനാണ് എണീക്കാറ്. എന്നിട്ട് ശേഷം ഒരു 10 o'clockനാണ് ഞാൻ സാധാരണ പഠിക്കാറ്. പക്ഷേ നേരത്തെ എണീറ്റപ്പോൾ ഐ ഫീൽ സോ പ്രൊഡക്റ്റീവ് ആൻഡ് ദ ഡേ വാസ് റിയലി ഗുഡ്. ഈവൻ ദോ ദ വെദർ വാസ് ബാഡ്, എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഒരു കറണ്ട് റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് രാവിലെ തന്നെ പഠിക്കും, നോട്ട്സ് ചെയ്തും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ആൻഡ് അതിന് ശേഷം ഞാൻ എൻ്റെ ഇത് വരയ്ക്കും, എനിക്ക് വർക്കൗട്ട് വരയ്ക്കാണ്ടത് വരയ്ക്കും. ആൻഡ് അതിന് ശേഷം ഞാൻ വൈകുന്നേരം ക്ലാസ്സസ് കാണും. ഇനി പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞാനില്ല. ഇപ്പം എനിക്ക് കുറച്ചധികം ബാക്ക്ലോഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മോർണിംഗ് തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സസ് കാണാറാണ് ചെയ്യാറുള്ളത്. അത്രയ്ക്കൊന്നുമില്ല എങ്കിലും ഉണ്ട് അത്യാവശ്യം ക്ലാസ്. ഓരോ ക്ലാസ്സും 1.5 hours ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അത്രയും ടൈം ആവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു 2 ദിവസം മേലെ വൃത്തിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്ക്ലോഗ്സ് ഫുള്ളും തീരും. പക്ഷേ എനിക്ക് നടുവിൽ കുറേ ബ്രേക്ക് വന്നു. അതുകൊണ്ടാണ് വീഡിയോയും ഞാൻ ഇടാതിരുന്നത്. ബട്ട് സ്റ്റിൽ ഇനി മുതൽ എന്തായാലും ഞാൻ ട്രാക്കിലേക്ക് വരും. ആൻഡ് ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡി ആൻഡ് ഫോക്കസിങ് ഓൺ അപ്ലോഡിങ് വീഡിയോസ് ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. ആൻഡ് ഐ ഓൾസോ ട്രൈ ടു വേക്ക് അപ്പ് ഏർലി ബിക്കോസ് നേരത്തെ എണീറ്റാലാണ് എനിക്ക് ആ ഡേ ഫുൾ പ്രൊഡക്റ്റീവ് ആവുള്ളൂ. നേരെ വൈകി എണീറ്റാൽ എൻ്റെ ഡേ ഫുൾ പോയ പോലെയാണ് എനിക്ക് പേഴ്സണലി. പ്രത്യേകിച്ച് മൺസൂൺ ആയതുകൊണ്ട് നമുക്ക് എണീക്കാൻ തോന്നില്ല, ഒരൊറ്റ പ്രശ്നമുണ്ട്. ആൻഡ് ആഫ്റ്റർ ഒരു 10:30 സംതിങ് ആകുമ്പോഴേക്കും ഞാൻ ബ്രേക്ക് എടുത്തു. ആൻഡ് അതിനുശേഷം ഞാൻ റെക്കോർഡ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു. റെക്കോർഡിൽ അത്യാവശ്യം എനിക്ക് വരയ്ക്കാനുണ്ട്. എന്തായാലും ജൂൺ 2 സ്കൂൾ തുറക്കും തോന്നുന്നില്ല, കാരണം നല്ല മഴയാണ്. സോ ഡിലേ ആവും. എങ്കിൽ പോലും എനിക്ക് കുറേ വരയ്ക്കാനും ഉണ്ട്. സോ ഞാൻ ഡെയിലി മാക്സിമം 2 പിക്ചറെങ്കിലും വരയ്ക്കും. ഇപ്പോൾ ഐ ലവ് ഡ്രോയിങ്, കാരണം അത് രസമായി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് മസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് റെക്കോർഡ് വരയ്ക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫുൾ വരച്ച് കഴിഞ്ഞു, ഞാൻ മാത്രമാണ് ബാക്കിൽ നിൽക്കുന്നത്. ആക്ച്വൽ തിങ് ഇസ് ദാറ്റ് അവരൊക്കെ വെക്കേഷനിൽ നന്നായി വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെക്കേഷനിൽ ഐ വാസ് നോട്ട് ഈവൻ ബോദറിങ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആസ് ഐ സെഡ് ഐ വാസ് എൻജോയിങ് ഡ്രോയിങ്. അതിനുശേഷം ഞാൻ കുറച്ച് ക്ലീനിങ് ചെയ്യാൻ വെച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു തോന്നി ക്ലീൻ ചെയ്യണമെന്ന്. മെയിൻ റീസൺ എന്താ വെച്ചാൽ എൻ്റെ കസിൻ സിസ്റ്റർ എനിക്ക് കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കിയതാണ്. ഇതെൻ്റെ മേക്കപ്പ് അങ്ങനത്തെ മാത്രം ഐറ്റംസ് ഉള്ള ഒരു ഡ്രോവറാണ്. ആൻഡ് ഇതിലാണ് എൻ്റെ സ്കിൻ കെയർ എല്ലാ കാര്യവും A to Z കാര്യങ്ങളുള്ളത്. അപ്പോൾ ഞാൻ ഇത് നന്നായി ഓർഗനൈസ് ചെയ്തു. എനിക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം. പിന്നെ ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ. പക്ഷേ അത് ഇടയ്ക്ക് അങ്ങനെ വരുള്ളൂ, എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നില്ല. മാസത്തിൽ 2-3 പ്രാവശ്യം അങ്ങനെയൊക്കെ തോന്നുള്ളൂ ഈ ക്ലീനിങ്ങിൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ ആ ടൈമിൽ പെട്ടെന്ന് തന്നെ ഞാൻ ക്ലീനിങ് ചെയ്യും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പഠിക്കാൻ മാത്രം എടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാം കാണിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. ആൻഡ് ഈ ഡ്രോയിലാണ് ഞാൻ പറഞ്ഞ മേക്കപ്പ്സ് എവറിത്തിങ് ഞാൻ വെക്കാറ്. ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ലിപ്സ്റ്റിക്. എനിക്ക് കൊളാബറേഷൻ കിട്ടിയ ലിപ്സ്റ്റിക്സാണ് ഇതൊക്കെ, ഒരുപാടുണ്ട്. ആൻഡ് അതിന് ശേഷം ഞാൻ മുകളിലത്തെ ആ ഒരു ഷെൽഫും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 3 സംഭവം എനിക്ക് നൈസിൻമൈൻഡ് മിനറൽസിന് കിട്ടി. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പ്രോഡക്റ്റ്. അതേപോലെ തന്നെ വിഷ്കേൻ്റെ ഫ്രൂട്ട് സൺസ്ക്രീൻ. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സച്ച് എ പ്രിറ്റി സൺസ്ക്രീൻ. ആൻഡ് ഡോട്ടഹിൻ്റെ ടിൻറ്റർ സൺസ്ക്രീൻ. ഇതൊക്കെ റിവ്യൂ വരുന്നതായിരിക്കും. ഞാൻ റിവ്യൂ ഉറപ്പായിട്ടും ചെയ്യും ബിക്കോസ് ഐ ലവ് ദീസ് പ്രൊഡക്ട്സ്. ഒരു ഈവനിങ് ആയ സമയത്ത് ഞാൻ ക്ലാസ് കാണാൻ വിചാരിച്ചു. എനിക്ക് മാത്സിൽ ഒരു മാട്രിക്സ് ആ ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഞാൻ കാണുകയാണ്. എനിക്ക് ലാസ്റ്റത്തെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫുള്ളായിട്ട് കഴിഞ്ഞു. ലാസ്റ്റ് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ആൻഡ് ലൈക്ഡ് ഇറ്റ്. ഇനി ഞാൻ എന്തായാലും കോൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കും. സോ സീ യു സൂൺ ഇൻ ദ വീഡിയോ. ടിൽ ദെൻ ബൈ.